So hey guys, good morning from ഉളുപ്പുണ്ണി. ഒന്നും പറയാം പോവും പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ 610 രൂപ ചാർലി ഫിലിം ലൊക്കേഷൻ. ഒരാളെ പപ്പടം മാങ്ങാച്ചാർ. ഇതിന്റെ അടുത്ത് തന്നെ ചാർലിക്കുളം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. അതൊക്കെ കാണുന്നത് തേയില കൃഷിയാണ്. നമ്മൾ രാവിലെ ഒരു 5:30 ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ മണി 8 ആവാറായി. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം റൂട്ട് തെറ്റിപ്പോയി. നിങ്ങൾ ആരും നമ്മുടെ വാഗമണ്ണി വന്നിട്ട് ഉളുപ്പുണ്ണി പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവല്ലേ. ലോക്കൽ ആളുകളുടെ അടുത്ത് ചോദിച്ചു പോകണം. ഉളുപ്പുണ്ണി എത്തിയിട്ടും ഈ വ്യൂ പോയിന്റ് കയറാൻ വേണ്ടി ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇതുപോലെ മറന്ന് നടന്ന് കയറി പോകണം. നമ്മൾ ഒരു 1.5 കിലോമീറ്റർ കയറിയിട്ട് നമ്മൾ തളർന്നുകൊണ്ട് തിരിച്ചിറങ്ങി. ഇനിയും കുറച്ചുകൂടെയൊക്കെ പോകണം. പക്ഷെ ഇവിടെ ഉള്ള പോകാൻ നേരത്തുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. കാണിച്ചു തരാം. കണ്ട പിന്നെ ഉളുപ്പുണ്ണി എത്തിയിട്ട് ഇവിടെ മേളിലോട്ട് കയറണമെങ്കിൽ താഴെ ജീപ്പ് അവൈലബിൾ ആണ്. ജീപ്പ് കയറിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. പിന്നെ അവിടെ കുറച്ച് സ്ഥലമൊക്കെ എക്സ്പ്ലോറും ചെയ്യാം. പക്ഷെ നടന്ന് കയറുന്നത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല. നമ്മൾ ആദ്യം ബൈക്ക് കയറാനാണ് നോക്കിയത്, പക്ഷെ നടന്നില്ല. പിന്നെ ബൈക്ക് താഴെ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് നടന്ന് കയറി. പിന്നെ നമ്മളെ ഇയോബിന്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ ഏരിയയിലൊക്കെ നിന്നാണ് ഷൂട്ടൊക്കെ ചെയ്തത്. അവിടെ കാണാൻ നല്ല രസമുണ്ട്. ഉളുപ്പുണ്ണി നമുക്ക് ഇനിയും ഇതുവഴി കയറി അങ്ങ് ഒരുപാട് പോകണം. പക്ഷെ നമ്മൾ അങ്ങ് അറ്റം വരെ പോകുന്നില്ല. സംഭവം നമുക്ക് വിശക്കുകയും ചെയ്യുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഇറങ്ങി വന്നത്. ഇനി നമ്മൾ താഴെ എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ നമ്മൾ ഉള്ളത് ഉളുപ്പുണ്ണിയിലാണ്. ഉളുപ്പുണ്ണി വ്യൂ പോയിന്റ്. മുകളിൽ കയറി വന്ന ഇങ്ങനത്തെ റോഡൊക്കെ നിരപ്പാണ്. അത്യാവശ്യം വണ്ടിയൊക്കെ പോകുന്നതാണ്. കുറച്ച് ഇങ്ങോട്ട് കയറി വരും മുമ്പ് നല്ല സ്റ്റീപ്പ് ഇങ്ങനെയൊക്കെ നിൽക്കും കുഴി. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ജീപ്പൊക്കെ കയറി വരും. ജീപ്പൊക്കെ സുഖമായിട്ട് കയറി വരും. അത് 4 വീൽ ഡ്രൈവ് ഒക്കെ ആയതുകൊണ്ട് ചുമ്മാ ആ വണ്ടി കയറി വരും. നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പം 2-3 ജീപ്പ് അങ്ങോട്ട് പോകണമുണ്ട്. പക്ഷെ തിരിച്ചിറങ്ങി വരണമൊന്നും കണ്ടില്ല. അങ്ങോട്ടൊക്കെ വേറെ റൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എവിടെ നിന്നാലും നല്ല നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വാഗമണ്ണി വരണമെങ്കിൽ ഇവിടെ ജീപ്പിലൊക്കെ വന്നിട്ട് പോകണം. വന്ന് കണ്ടിട്ടൊക്കെ പോകണം. എന്താ നല്ല കിടിലം വ്യൂ. അവിടെ നിന്ന് ഇടുക്കിയൊക്കെ ഫുള്ള് കാണാം. അതുകൊണ്ട് അങ്ങറ്റം കാണുന്നില്ലേ, അതാണ് ഉളുപ്പുണ്ണി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കതുവരെ നടന്നു പോകാനുള്ള സ്റ്റാമിന ഇല്ല. രാവിലെ ഒന്നും കഴിച്ചുമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ വരത്തൻ സിനിമ ഷൂട്ട് ചെയ്ത ബംഗ്ലാവില്ലേ, ബംഗ്ലാവൊക്കെ കാണാനാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ബംഗ്ലാവിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ഇതിലേ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരണം. അട്ടയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. സാനിറ്റൈസറൊക്കെ കൊണ്ടുവരണം. പിന്നെ ലൈറ്റർ എങ്കിലും അല്ലെങ്കിൽ കയ്യിൽ വെച്ചിരിക്കണം. അട്ട വരുമ്പോൾ ലൈറ്റർ അടിച്ചാൽ മതി. സാനിറ്റൈസർ അടിച്ചാൽ അപ്പം അങ്ങ് അത് കളയിപ്പൊക്കെയുള്ളൂ. ഗായ്സ്, ഇതൊക്കെയാണ് വഴി. ഈ വഴിയൊക്കെയാണ് നമ്മൾ ബൈക്ക് കൊണ്ട് കയറാമെന്ന് വിചാരിച്ചത്. ജീപ്പൊക്കെ ചാടി പോകുമെന്ന് തോന്നി ഈ കുഴിയിലൊക്കെ ഇറങ്ങിയിട്ട്. പക്ഷെ നമ്മൾ ബൈക്കും കൊണ്ട് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അവിടേക്കാണ് നമുക്ക് ഫുള്ള് പൊളിഞ്ഞ് കിടക്കണം. ഇവിടെ നിന്ന് നടന്നു പോകണതേ ഭയങ്കര കഷ്ടം. നടക്കുമ്പോൾ തന്നെ ചറക്കിയൊക്കെ പോകണം. ഇതുവഴിയൊക്കെ പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഇതിലേക്ക് വണ്ടി കൊണ്ട് കയറ്റിയിട്ട് ഇതിലെ മണ്ടേ കൂടെ ഒക്കെ എങ്ങനെ കയറ്റുമെന്ന്. അതുകൊണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു കയറിയത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉളുപ്പുണ്ണി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു ഹോട്ടലാണ്. ഉളുപ്പുണ്ണി പോകുന്ന കറക്റ്റ് റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാനത്ത് നിന്ന് വാഗമൺ പോകുന്ന റൂട്ടിൽ ചോറ്റുപാറ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്നാണ് ലെഫ്റ്റ് കയറി ഒരു 3 കിലോമീറ്റർ പോകുമ്പോൾ ഒരു ചർച്ചുണ്ട്. ചർച്ചിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. ഇതാണ് കറക്റ്റ് റൂട്ട്. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് കട. നമുക്ക് പോയി കടയിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കഴിക്കാൻ കിട്ടുമെന്നൊക്കെ നോക്കാം. നമ്മൾ ഓരോ അപ്പവും പൊറോട്ടയും വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുട്ടക്കറി വേണ്ട. പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ട്. ചായ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ അപ്പമൊക്കെ ഒന്ന് കഴിക്കാം. പൊറോട്ട അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. കറിയിലൂടെ കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഹോംലി ഫുഡ്. നമ്മളതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ചോറ്റുപാറ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പുള്ളിക്കാനം പോണ വഴിയിൽ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിന് പേരൊന്നുമില്ല, ഇതാണ് ഹോട്ടല്. നല്ല ഫുഡൊക്കെയാണ്, നല്ല ഹോംലി ഫുഡൊക്കെയാണ്. നമ്മളെല്ലാം കൂടെ ഫുഡ് കഴിച്ചത് 300 രൂപയായി. ഇനി നേരെ നമ്മുടെ സ്റ്റേ പോയിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വരത്തെ സിനിമയിലുള്ള ബംഗ്ലാവിലോട്ട് പോയത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോകും. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് റൂമിൽ വന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി കുറച്ചു നേരം കിടന്നുറങ്ങി. മണിതാ 11:45 നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. ഇതാണ് നമ്മളെ റൂമിന്റെ പുറത്തുള്ള വ്യൂ. കാണുന്നതല്ല ഇടുക്കിയാണ്. നമ്മളിതാ വെക്കേറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ റൂം. നമുക്ക് റൂമെല്ലാം വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതാണ് നമ്പർ. ഹിൽ വ്യൂ പുള്ളിക്കാനം. ഓക്കെ, നമ്മളിനി പോകുന്ന വരത്തൻ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ടാണ്. ആ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ബംഗ്ലാവ്, അങ്ങോട്ടാണ് ഇനി നമ്മൾ പോകും. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ വരത്തൻ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഈ ബംഗ്ലാവ്. കണ്ട, MMJ മാനേജ് ബംഗ്ലാവ് എന്നാണ് ഈ ബംഗ്ലാവിന്റെ പേര്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഒരിക്കലും വരില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് വരണ വഴി എല്ലാം കാണിക്കുന്ന ഫുൾ ഓഫ് റോഡാണ്. ഫുൾ കല്ലും മണ്ണും. വണ്ടി കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണമെങ്കിൽ പുള്ളിക്കാനം ഏലപ്പാറ റോഡുണ്ട്. ആ റോഡ് വഴി പോകുമ്പം ഒരു വാഗമൺ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേ കാണാം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടൊരു വഴിയുണ്ട്. അതൊരു കോൺക്രീറ്റ് റോഡാണ്. ആ കോൺക്രീറ്റ് റോഡ് കുറെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വീണ്ടും ഒരു വഴിയുണ്ട്, ഡീവിയേഷൻ. ആ വഴിയാണ് കയറി വരാനുള്ളത്. ആ വഴി കുറച്ച് 500 മീറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സംഭവം കാണാൻ പറ്റും. ഇവിടെ വെച്ചാണ് നമ്മുടെ വരത്തൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യും. ഫഹദ് ഫാസിൽ അന്ന് ഗേറ്റൊക്കെ അടച്ചിരുന്ന ഗേറ്റ് ഈ ഗേറ്റൊക്കെയാണ്. ഇവിടെ സ്റ്റേയും അവൈലബിൾ ആണ്. 10 പേർക്ക് 6000 രൂപയാണ്. പിന്നെ വരുന്ന ഓരോ ആൾക്കും 500 റുപ്പീസ് വെച്ച് കൂടുതലാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ വെച്ച് അവിടെ ഫോട്ടോ എടുക്കുകയാണ്. സോ ഗായ്സ്, ഇതിന്റെ അകം ഞാൻ കാണിച്ചു തരാം. എന്താ, ഇവിടെ ഒരു വലിയ ഹാള് പോലെയാണ്. ഇതാകണ്ട, ഇത് കിച്ചണാണെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു മുറിയുണ്ട്. കുറെ ബെഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, മൊത്തം 4 ബെഡൊക്കെ ഉണ്ട്. അത് ബാത്റൂം ആണെന്ന് തോന്നുന്നു. ഇതുവഴി നമുക്ക് പുറത്തോട്ട് പോകാം.
പുറത്തോട്ടല്ല, ഇത് ഒരു റൂം കണക്കുള്ള സെറ്റപ്പ്. ഇവിടെ 2 ബെഡൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അല്ല, തണുപ്പത്ത് തീയിടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മുടെ ഫഹസ് ഫാസിൽ വണ്ടിയൊക്കെ കഴിവുന്നത്. ഇതൊക്കെ അവിടെ അടച്ച് പൂട്ടിയിട്ട് പോയി. ഇപ്പോൾ ഇവിടെ ആളില്ല. നമ്മൾ കുറച്ച് നേരത്തെ വന്നപ്പോൾ ആളുണ്ടായിരുന്നു, അവർ വന്ന് തുറന്നു തന്നു. എന്നിട്ട് അവരെവിടെ പോയി. എൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് പറയണം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്, നമ്മളിനി നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം. സോ അങ്ങനെ നമ്മൾ വാഗമൺ ടൗണിലുള്ള ചിന്നൂസ് ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ് നല്ല കിടിലം ഹോട്ടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ചിന്നൂസ് ഹോട്ടലിൽ വന്നാണ്. മണി 3 ആയതുകൊണ്ട് ഊണൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ ബിരിയാണിയും പറഞ്ഞ് അനൂപ് ഫ്രൈഡ് റൈസും പറഞ്ഞു. ഓക്കെ, നമ്മളെ സാധനമൊക്കെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. എനിക്ക് മാത്രം 2 പപ്പടമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ എടുത്തിട്ട് സലാഡ് വന്നു. സലാഡ്, പപ്പടം, മാങ്ങാച്ചാർ എല്ലാം കൂടെ നമുക്ക് കഴിച്ചു നോക്കാം. ബിരിയാണി അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട്. സാധാരണ ഒരു ബിരിയാണിയുടെ അനുഭവം. ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ട്? ഒന്നും പറയാം. അനുഭവം മാത്രം ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത്. ഓക്കെ ഗായ്സ്, നമ്മളിതൊന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. എല്ലാം കൂടെ 610 രൂപയായി. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. അവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് അടിപൊളിയാണെന്ന് അനൂപ് പറഞ്ഞു. വാഗമൺ വരുമ്പോൾ റെക്കമെൻഡ് ചെയ്യുമെന്നാണ് അവൻ പറയുന്നത്. ചിക്കൻ ഫ്രൈഡ് റൈസ് നീ റെക്കമെൻഡ് ചെയ്യില്ലേ? ഇടില്ലോ അല്ലേ? സോ അടുത്ത് നമ്മൾ പോകുന്നത് ലാൻഡർ എസ്റ്റേറ്റ് ആണ്. പീരിമേടാണ്. നമ്മുടെ ചാർലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത എസ്റ്റേറ്റ് ആണ്. അതിന്റെ അടുത്ത് തന്നെ ചാർലിക്കുളം. വാഗമണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ആണ് ഉള്ളത് പീരിമേട് നമ്മുടെ ലാൻഡർ എസ്റ്റേറ്റിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ലാൻഡർ എസ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഏലപ്പാറ റോഡാണ്. ഈ റോഡിലൂടെ പോകുമ്പോൾ വ്യൂ കാണിച്ചു തരാം. വീടിന്റെ വ്യൂ. സോ അങ്ങനെ നമ്മൾ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് മറ്റേ അവരുടെ വീടൊക്കെ, പ്രായമുള്ളവർ താമസിക്കുന്ന വീട് മൂവിയിൽ കാണിക്കുന്നത്. അതാണ് ഈ സ്ഥലം. കുളം ഇതിന്റെ കുറച്ചുകൂടെ അങ്ങോട്ടാണ് സംഭവം. അതുവഴി പോകാൻ പറ്റും, പക്ഷെ ആ വഴി വേല കെട്ടി ഇപ്പം അടച്ചിരിക്കുന്നു. താഴെ വഴി ഇറങ്ങി കറങ്ങി പോകണം. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ചാർലി കുളത്തിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ ചാർലി കുളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ചാർലി കുളം. ഓക്കെ, ചാർലി സിനിമയിൽ കാണിക്കുന്ന കുളം ചാർലിക്കുളം. നമ്മളിതാ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. കുറച്ച് നേരത്തെ കണ്ടില്ലേ ആ സ്കൂളിൻ്റെ ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങി വന്നാൽ മതി. പക്ഷേ ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൽ ഇറങ്ങി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് കയറി ഇറങ്ങിയാൽ ഈ റോഡ് വഴി ഇങ്ങെത്താം. ആ റോഡ് കൊള്ളാം, പക്ഷേ വന്ന് ഇറങ്ങണേൻ്റെ സ്ഥലത്ത് മാത്രം കുറച്ച് ഓഫ് റോഡ് ചരലുണ്ട്. അത് ഓടിച്ചിറങ്ങാൻ പറ്റും. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. ആരെ പ്രോപ്പർട്ടി എന്നൊന്നും അറിഞ്ഞുകൂടാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന്. ഇതോ അതൊക്കെ കാണുന്നത് തേയില കൃഷിയാണ്. ഇവിടെ ഫുള്ള് തേയിലക്കൃഷിയുടെ നടുക്ക് പോണ്ട്. ഓക്കെ, പോണ്ടിന്റെ പല ആംഗിളിലുള്ള വ്യൂ ഞാൻ അവിടെ എവിടെയും പോയൊക്കെ കാണിച്ചു തരാം. സോ ഗായ്സ്, ഇനി ഇവിടെ നേരെ വീട്ടിലോട്ടാണ്. നമ്മളിന്ന് പോയ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് പോയ എല്ലാ സ്ഥലത്തിൻ്റെ മാപ്പ് ലൊക്കേഷനൊക്കെ താഴെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഒരു 10-10:30 ആകുമ്പോൾ വീടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.